ഹേ സോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ മച്ചാമാരെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. മൈൻക്രാഫ്റ്റ് നമ്മളൊരു ലെറ്റ്സ് പ്ലേ സീരീസ് ആരംഭിക്കാൻ പോറേ. അപ്പം എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് പണ്ണുങ്ങളെ. അപ്പം നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ഈ ഒരു ലെറ്റ്സ് പ്ലേയിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ കാണുന്ന ഈ ഒരു നൈറ്റ് വിഷൻ 2 ആണ്. അത് അങ്ങനെ നയിക്കും. അതൊരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെന്ന്. പിന്നെ ഒരെണ്ണം ആഡ് ചെയ്തിട്ടുള്ള ഈ ഗെയിമിൻ്റെ അകത്ത് തന്നെ ഉള്ള പിന്നെ ഒരു മോഡായിരുന്നു. ആ മോഡിൻ്റെ പേര് ലാഗ് ക്ലീന് 3.3 എന്ന് പറഞ്ഞു. അതായത് ഈ ഗെയിം കളിക്കുമ്പോൾ സാധാരണ ലാഗ് കൂടുതൽ എനിക്ക് ഗെയിമിൻ്റെ സൗണ്ട് ഫുള്ളായതുകൊണ്ട് എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലായിരുന്നു. ജസ്റ്റ് ഇപ്പം തരും ഞാൻ ഇപ്പോഴത് കാണുന്നേ. ആ ലാഗ് ക്ലിയർ 3.3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡുണ്ടെന്ന്. അതൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടുണ്ട്. ലാഗ് അടിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പോഴും അത്യാവശ്യം ലാഗ് അടിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ നേരത്തെ അത്രയും ലാഗൊന്നും അടിക്കുന്നില്ല. കാരണം ഇത് അത്യാവശ്യം സ്മൂത്തായിട്ട് ഇപ്പം ഗെയിം പ്ലേ പോകുന്നു. നേരത്തെ ഒക്കെ എനിക്ക് റെക്കോർഡ് കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു അണ്ണാ. ഓക്കെ, ഇത്ര നേരം ഭയങ്കര സൗണ്ടായിരുന്നു അത്, ഗെയിമിൻ്റെ സൗണ്ട്. ഓക്കെ, രാത്രിയാ പറയുക ഇത്രോട്ടെന്ന്. രാത്രിയായാലും കുഴപ്പമില്ല, നമുക്ക് 3 വൂളി ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ബേസിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ആൻഡ് നമുക്ക് നല്ലൊരു ഏരിയ കണ്ടുപിടിക്കണം. പറ്റിയ വില്ലേജും കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. ഓക്കെ, നമുക്കങ്ങനെ ആദ്യത്തെ വുഡ് വെട്ടിയേക്കാം. ലെറ്റ്സ് ഗോ. ഞാൻ മാറ്റി വെക്കുന്നൊന്നുമില്ല, സീനൊന്നും എനിക്കില്ല. ഓക്കെ, കിട്ടുന്നത് എടുത്ത് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. മാറ്റിയിട്ടിട്ട് എന്ന കാര്യം അല്ലേ. ഓക്കെ, അങ്ങനെ ഞാൻ ഈ ഒരു കരികല ജസ്റ്റ് ഇപ്പോഴും ചെറുതായിട്ടൊന്ന് ലാഗ് അടിക്കുന്നുണ്ട്. സാരമില്ല. ഞാൻ കരികയിൽ ഒരു സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ആദ്യത്തെ ഒരിച്ചിരി ബേസിക് ആയിട്ടുള്ള ഇത് ഫർണിച്ചർ കുക്കൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗപ്പെടും. ഓക്കെ, ആദ്യം ബേസിക്സ് ആദ്യം മാത്രം. ഓക്കെ, പിന്നെ വൂളുണ്ട്. ഈ വൂളുള്ളതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. ആൻഡ് ഇതൊരു കേവാണ്. നൈറ്റ് വിഷൻ ഉള്ളതുകൊണ്ട് നമുക്കിത് നല്ല വെട്ടത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് ഒരു ഇച്ചിരി കോളുണ്ട്. അപ്പോഴേ നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് പരിപാടി തുടങ്ങിയേക്കാം. ആദ്യം ഞാൻ ഈ 9 ലോഗുണ്ട്. അത് മൊത്തം എടുത്തിട്ട് ഞാൻ വുഡ് 36 എണ്ണം ആക്കിയിട്ടുണ്ട്. ആൻഡ് വുഡ് 36 എണ്ണം വെച്ചിട്ട് ഞാനൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഫൈനലി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഞാനൊരു ബെഡ് കയ്യോടെ ഇപ്പം തന്നെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 8 സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെഡ് ഇവിടെ തൽക്കാലത്തേക്ക് ഒരു റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കാര്യമൊന്നുമില്ല, ചുമ്മാ വെറുതെ. ഓക്കെ, നെക്സ്റ്റത്തെ പരിപാടി ഒരു വുഡൻ പിക്കാക്സ് മാത്രം ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇവിടെ ഉള്ള സ്റ്റോണ് 2 എണ്ണം മൈൻ ചെയ്തിട്ടുണ്ട്. അച്ചീവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, അങ്ങനെ അത് പൊട്ടിപ്പോകുന്നിടം വരെ ഞാൻ മൈൻഡ് ചെയ്തിട്ട് 60 സ്റ്റോൺ ഒപ്പിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ആൻഡ് ഞാൻ കൈയോടെ ഈ സ്റ്റോണിൽ നിന്ന് ആദ്യം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫർണിച്ചർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഡ് ആൻഡ് ഒരു പിക്കാക്സും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ആക്സും സെറ്റാക്കിയിട്ടുണ്ട്. സോഡും സെറ്റാക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ആൻഡ് ഈ ഒരു കോളും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, അവിടെ വെറും 2 ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല, കോളല്ലേ, കുഴപ്പമില്ല. അത്യാവശ്യം ലാഗ് അടിക്കുന്നുണ്ട്, എന്നാലും സീനില്ല. കൊണ്ടുപോകാം. അതാണ്ട് ഇവിടെ അത്യാവശ്യം കോൾ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു കോള് മൈൻഡ് ചെയ്ത് എടുത്തേക്കാം. ആൻഡ് ഇവിടെ ഇപ്പം ലൈറ്റിൻ്റെ ആവശ്യം വേണ്ടതോ, നമുക്ക് ആ മോഡുള്ളതുകൊണ്ട്. ഓക്കെ, അത്യാവശ്യം കോളൊക്കെ കിട്ടിയിട്ടുണ്ട്. 21 കോള് കിട്ടിയിട്ടുണ്ട്. ബൈ ദ വൈ ഇച്ചിരി കോൾ അവിടെ നിന്ന് കിട്ടിയായിരുന്നു. വഴിവെട്ടി. ഇനി നമുക്ക് ബേസ് വെക്കാനായിട്ട് ഒരു അടിപൊളി സ്ഥലം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ ഒരു പോർട്ടലും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടേ. പോർട്ടലിടുക പോർട്ടൽ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റാവുന്ന പോർട്ടൽ ഉണ്ട്. ലെറ്റ്സ് ഗോ. എന്താണ് ഒരു ആർമർ കിട്ടിയിട്ടുണ്ട്. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീല് വേണ്ടി വരും. ആൻഡ് ആക്സ് വലിയ ഗുണമൊന്നുമില്ല. ഇതിനകത്ത് ഷാർപ്നെസ് 2 ഉണ്ട്, അൺബ്രേക്കിംഗ് 3 ഉണ്ട്, ഇൻഫിനിറ്റി 3 ഉണ്ട്. ഗൈസ്, ഇൻഫിനിറ്റി 3 ഉണ്ടെങ്കിൽ ഇത് എത്ര പെട്ടെന്നൊന്ന് പൊട്ടിക്കും നമുക്ക് നോക്കാമല്ലോ. ഇൻഫിനിറ്റി 3 സീൻ ഇടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ പൊട്ടി. അങ്ങനെ തന്നെ രാത്രി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം നമുക്കൊരു കാര്യം പണ്ണാം.
ജസ്റ്റ് കയറി കിടന്നുറങ്ങാം. ഞാൻ എന്തായാലും രാത്രി ആവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ബൈ ദ ബൈ ഗൈസ്, എനിക്ക് ചെറിയ സാങ്കേതിക പ്രശ്നത്താൽ എനിക്ക് ഒന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഉദ്ദേശിച്ച പോലെ ആയില്ലല്ലോ ദൈവമേ. ഇതൊരു ഷോർട്ട് വീഡിയോ. ഓക്കെ, ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. എൻ്റെ സെക്കൻഡ് എപ്പിസോഡ് വരും. ഓക്കെ, അത് എന്തായാലും വെച്ചിട്ട് ലോങ് ആയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇതാക്കാം. ആൻഡ് കാരണം വേറെ ഒന്നുമല്ല, ഫോണിൽ ചാർജില്ല ഗൈസ്. പക്ഷേ അതൊക്കെ നോക്കാണ്ടാണ് ഞാൻ എടുത്ത ചാട്ടത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നം പറ്റുന്നത്. ബൈ ദ ബൈ ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം നിൽക്കുന്നതും സീനാണ്. ബട്ട് സ്റ്റിൽ നോ പ്രോബ്ലം, അത് അവിടുത്തെ കേസ്, അത് വിട്ടുകളാ. അപ്പം ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടികാച്ച വീഡിയോ ആയിട്ട്, അതായത് ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡായിട്ട് വരുന്നോടെ വരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പ്ലീസ്. ഇന്ന് ഒരു ഇച്ചിരി ഷോർട്ട് വീഡിയോ ആയിപ്പോയി. സാറല്ലേ, നമുക്ക് അടുത്ത തവണ പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ബായ്.